ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവനയിൽ എൻ കെ പ്രേമചന്ദ്രനെതിരെ പോലീസിൽ പരാതി. ബിന്ദു അമ്മിണിയാണ് പോലീസിൽ പരാതി നൽകിയത്. പ്രസ്താവന SC വിഭാഗത്തിൽപ്പെട്ട തന്നെ അപമാനിക്കുന്നതാണ് എന്ന് പരാതിയിൽ പറയുന്നു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഷഹീദ്, പൊറോട്ടയും ബീഫും വാങ്ങി നൽകി സ്ത്രീകളെ മലകയറ്റി എന്നുള്ളതാണ് പറയുന്നത്. ബിന്ദു അമ്മിണി ആ ദിവസം തന്നെ അത് നിഷേധിച്ചതാണ്. താൻ പാലായിലെ ഗസ്റ്റ് ഹൗസിലോ കോട്ടയത്തെ പോലീസ് ക്ലബിലോ പോയിട്ടില്ല, തനിക്ക് ആരും അങ്ങനെ ഭക്ഷണമൊന്നും വാങ്ങി തന്നിട്ടില്ല, വസ്തുതാവിരുദ്ധമായ കാര്യമാണ്, താൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് ബിന്ദു അമ്മിണി പറഞ്ഞതാണ്. അത് ചെയ്തിരിക്കുന്നു. മാധു, അത് തന്നെയാണ്. ബിന്ദു അമ്മിണി ആ പ്രസ്താവന അന്ന് തന്നെ നിഷേധിച്ചതാണ്. അതിനെ രംഗത്ത് വന്നതാണ്. ഇപ്പോൾ അവർ നിയമപരമായി നീങ്ങുകയാണ്. കൊയിലാണ്ടി പോലീസിലാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ വർഗീയമായ വിദ്വേഷമുണ്ടാക്കി, അത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് എൻ കെ പ്രേമചന്ദ്രൻ MP നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരം വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ താനൊരു SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ജാതീയമായി തന്നെ അധിക്ഷേപിക്കുന്നതിനും തനിക്ക് വലിയ തോതിൽ മാനഹാനി ഉണ്ടാക്കുന്നതിനും ജോലിയെയും വ്യക്തിപരമായും തൻ്റെ ജോലിയെയും ഒക്കെ അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു സമൂഹത്തിൽ വിദ്വേഷവും വർഗീയ വിഭജനവും ഉണ്ടാക്കാനുള്ള ശ്രമം MP യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാം വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് MP-ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കൊയിലാണ്ടി പോലീസ് ഇപ്പോൾ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത് കേസ് നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ പോലീസിന് ചില ആശയക്കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർലമെന്റ് അംഗം നിലയിലുള്ള പ്രിവിലേജ് MP-ക്കുണ്ട് എന്നൊക്കെ ചില വിശദീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ SHOയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെ പോലീസ് കേസെടുക്കുന്നില്ലെങ്കിൽ DGP-ക്ക് ഉൾപ്പെടെ പരാതി നൽകി നടപടിയിലേക്ക് പോകാനാണ് ബിന്ദു അമ്മിണിയുടെ തീരുമാനം. അത്തരമൊരു നിലപാടിലേക്കാണ് അവർ നീങ്ങുന്നത്. ഷഹീദ്, ബിന്ദു അമ്മിണിയുമായി സംസാരിക്കുകയുണ്ടായോ? ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടതാണ് NK പ്രേമചന്ദ്രന്റെ പ്രതികരണം എന്ന് പറയുന്നത്. അതിൽ ബിന്ദു അമ്മിണിയെ അപമാനിക്കുന്നതായ പരാമർശമുണ്ട് എന്നുള്ളതാണ് അവരുടെ ബോധ്യം. ജാതീയമായി അധിക്ഷേപിക്കുന്ന തരം ഏതാണ് എന്നുള്ളതാണ് ബിന്ദു അമ്മിണി പറയുന്നത്. മാധു, ഈ തരത്തിൽ അതായത് ബീഫും പൊറോട്ടയും കഴിച്ച് പോലീസ് അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ കഴിപ്പിച്ച് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കഴിപ്പിച്ച് ശബരിമലയിൽ കയറ്റി എന്നുള്ള പ്രസ്താവന അത് താൻ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ തരത്തിലുള്ള പ്രസ്താവന തനിക്ക് ജാതീയമായി അത് തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളതാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്നുള്ളത് അവർ ഇനി വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം പ്രാഥമികമായും പരാതിയിൽ അക്കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം ജാതീയമായ രീതിയിലുള്ള ഒരു വിവേചനം അല്ലെങ്കിൽ അത്തരം ഒരു അധിക്ഷേപം അതിൻ്റെ ഭാഗത്ത് നിന്ന് പരാമർശത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വകുപ്പും ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്നാണ് ബിന്ദു അമ്മിണി പരാതിയിൽ പറയുന്നത്. ഏതായാലും കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടില്ലെങ്കിൽ DGP-ക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നാണ് ബിന്ദു അമ്മിണി വ്യക്തമാക്കിയിരിക്കുന്നത്.